ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ട് ഒരു ചെറിയൊരു കുട്ടി ഈവനിങ് വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് പ്രത്യേകിച്ച് ഈവനിങ് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല, ചുമ്മാ ഒരു ഈവനിങ് വ്ലോഗ് ചെയ്യാം എന്ന് വിചാരിച്ചു. മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ ഞാൻ ഇന്ന് പൊറോട്ട ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. കുറേ നാളായി പൊറോട്ട ഉണ്ടാക്കിയിട്ട്. ഇപ്പം ഈയിടെയായിട്ടെല്ലാം ഉണ്ടാക്കാൻ മടിയായത് കാരണം മെനക്കെട്ട പരിപാടിയാന്ന് പറയേണ്ടതില്ലല്ലോ പൊറോട്ട ഉണ്ടാക്കല്ല. അപ്പോൾ മടി കാരണം ഞാൻ ഉണ്ടാക്കാറില്ലായിരുന്നു. അപ്പോൾ ഒരു കുറേ നാളായി ഉണ്ടാക്കിയിട്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു പൊറോട്ട വ്ളോഗ് ആക്കിയാലോ എന്ന് വിചാരിച്ചു പൊറോട്ട ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പം സമയം 3-3:30 ആയെന്ന് തോന്നുന്നു. തെച്ചുകൊണ്ടിരിക്കാൻ ഇപ്പം എണീക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം കുഴച്ച് വെച്ചാലേ ഒരു 5-5:30 ആകുമ്പോഴത്തേനും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 7-7:30 ആകുമ്പോഴത്തേനും അനുവേട്ടം വരും. അപ്പോൾ നമുക്ക് കഴിക്കണമല്ലോ. നമ്മൾ 8 മണിക്ക് മുന്നേ ഫുഡ് കഴിക്കും. അപ്പോൾ ആ സമയത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം കുഴച്ച് വെച്ചാലേ 5:30 ആകുമ്പം പണി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ 5:30 ആകുമ്പോൾ തുടങ്ങിയാലേ ഒരു 7 മണിയാകുമ്പോഴെങ്കിലും തീരുള്ളൂ. അപ്പോൾ കറി ഉണ്ടാക്കണം. കറി നമ്മൾ ചിക്കൻ വെച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമ്മൾ വേറെ എന്താ ഈ വ്ളോഗിൽ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്മസ് വരുവാണ്, മാത്രമല്ല എൻ്റെ പിറന്നാൾ വരികയാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് കേട്ടോ എൻ്റെ പിറന്നാൾ. അപ്പോൾ ക്രിസ്മസിൻ്റെ സ്പെഷ്യലായിട്ട് നമ്മൾ പ്ലം കേക്ക് എല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ല ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യണം. അപ്പോൾ അതെല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരുന്ന പടം നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ, ഇതാണ് പടം. ഒന്നും ആയില്ല, ഇനിയും കുറേ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം ഓൾറെഡി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ വരയ്ക്കാം കേട്ടോ. വരച്ച് കഴിഞ്ഞത് കാണിക്കാം. ആദ്യമായിട്ട് ക്യാൻവാസിൽ വരച്ചാട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് ക്യാൻവാസിൽ ഞാൻ ആദ്യമായിട്ട് വരച്ചാണ്. ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നുകൂടെ വരച്ചിട്ട് അത് ഇപ്പം ഇതിനകത്തുനിന്ന് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വന്നപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ അത് ഇതിലെനിക്ക് നികത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ വെച്ചിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് ഇത് വരച്ചിട്ട് ഇത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. അപ്പം ഈ പടം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണേ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ മ്യൂറലൊന്നും ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. പെയിൻറ്റിങ് ഞാൻ പഠിച്ചിട്ടേ ഇല്ല. ഇത് ജന്മസിദ്ധമായി എൻ്റെ പപ്പയിൽ നിന്ന് പപ്പയിൽ നിന്ന് കൈമാറൊന്നുമില്ല. അപ്പോൾ ജന്മസിദ്ധമായി പപ്പയിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് പഠിക്കാനൊന്നും പോയിട്ടില്ല. പിന്നെ പഠിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. ഡൗട്ട് വരുമ്പോൾ അന്നേരം യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വീഡിയോയിൽ എടുത്ത് നോക്കാം. അങ്ങനെയൊക്കെയാണ് ഞാനിത് പഠിക്കുന്നത്. അല്ലാതെ എനിക്ക് പെയിൻറ്റിങ്ങിൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ വധിക്കരുത്. ഇത്രയെങ്കിലും പിന്നെ വരയ്ക്കാൻ എന്താ പറയുക, ഇത്രയും ഗ്യാപ്പിന് ശേഷം ഇങ്ങനെ ഇത്രയെങ്കിലും വരച്ചൊപ്പിക്കാൻ പറ്റി എന്നതിൽ ഞാൻ ഭയങ്കര ഗ്ലാഡാണ്. അപ്പോൾ ഇനി കത്തി വെക്കാൻ നമുക്ക് പൊറോട്ട മാവിലേക്ക് കിടക്കാം. പൊറോട്ട മാവ് എന്നെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ പടം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണം കേട്ടോ. അപ്പൊ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ ആദ്യമായി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിമാർട്ടിന്റെ സ്വന്തം മൈദ. അടുത്തതായി നമുക്ക് വേണ്ടത് എന്താ, ഒരു കോഴിമുട്ട, പിന്നെ കുറച്ച് പാല് ഞാൻ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെക്കാൻ മറന്നുപോയി ഗൈസ്. സോ ഭയങ്കര തണുത്ത പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പൊറോട്ട നല്ല മരം പോലെ ഇരിക്കും. അതുകൊണ്ട് ആ തണുപ്പൊന്ന് മാറ്റി ചെറിയൊരു ഇളം ചൂടാക്കിയിട്ട്, മാത്രമല്ല പഞ്ചസാര ഒന്ന് അലിപ്പിക്കണം. ഇവിടുത്തെ പഞ്ചസാര ഭയങ്കര കല്ലം പഞ്ചസാര ആയതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അത് അലിക്കൂല. അപ്പൊ ഞാൻ വിചാരിച്ചു പാലിനകത്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് ലയിപ്പിച്ചെടുക്കാം എന്ന് വിചാരിച്ചു. അതും പിന്നെ ഉപ്പും എല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതൊക്കെ ചേർത്ത് ഞാൻ പെട്ടെന്നൊന്ന് കുഴച്ചെടുക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മള് മൈദ എടുത്തു, കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. 1 കിലോ ഫുള്ള് എടുക്കത്തില്ല കേട്ടോ, കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഒരു 3/4 കിലോ കാണുമായിരിക്കും അല്ലേ? 3/4 കിലോ കാണുമായിരിക്കും, അതേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിന് നടുക്കൊരു കുഴി ഇങ്ങനെ ഉണ്ടാക്കണം. ഈ കുഴിക്കകത്തോട്ടാണ് നമ്മൾ സാധനങ്ങളെല്ലാം ഇടാൻ പോകുന്നത്. ഇതേ ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇതിനകത്ത് പൊട്ടിച്ചു കൊടുക്കും.
അതിനകത്ത് ഉള്ളതും കൂടെ ഇങ്ങോട്ട് തോണ്ടിയിടുക. അതിനുശേഷം ഇതപ്പുറത്തോട്ട് അങ്ങനെ മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാലൊഴിക്കണം. ആദ്യം ഈ മുട്ടയൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം. നമുക്ക് ഇതിനകത്ത് പാലൊഴിക്കാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് പാലൊഴിച്ച് കൊടുക്കാം. അയ്യോ വേണ്ട, എല്ലാം പോന്നേ, എല്ലാം പോന്നേ, അയ്യോ എല്ലാം പോന്നേ. എൻ്റെ കുഴി പോയി ഗൈസ്. ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന എൻ്റെ ബഡ് പൊട്ടി. അയ്യോ, നല്ല തുടക്കം. ഓക്കെ, നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. 2.5 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ കേട്ടോ. പഞ്ചസാര ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നല്ല മുരുമുരാന്നിരിക്കുകയും ചെയ്യും, ഒരു നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുകയും ചെയ്യും. അതിനാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ പാല് മാത്രം ഒഴിച്ചുള്ളൂ കേട്ടോ. ഇത് ഒഴിച്ചില്ല, വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. പാല് മാത്രം മതിയെന്ന് തോന്നുന്നു. പാല് ഒഴിക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പം അധികം എണ്ണ നമുക്ക് വേണ്ടി വരില്ല. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർക്കാതെ പാല് ഒഴിച്ചത്. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ട. അന്നേരം അവനും കഴിക്കും. അപ്പോൾ പാലും മുട്ടയൊക്കെ ചേർക്കുമല്ലേ, എന്നാൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നീണ്ട 15 മിനിറ്റത്തെ അധ്വാനത്തിന് ശേഷം നമ്മുടെ പൊറോട്ടയുടെ മാവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ എണ്ണയൊക്കെ തൂത്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിരിക്കുവാണ്. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് മൂടി വെക്കണം. അപ്പോൾ ഒരു 1.5 മണിക്കൂർ മൂടി വെക്കണം, എന്നാലും മാവിന് ഒരു മയം വരുള്ളൂ. അപ്പോൾ ഇനി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പൊറോട്ടയിൽ അധ്വാനിക്കാം. അതുവരെ നമുക്ക് കറി വെക്കാം. ചിക്കൻ ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ചിക്കൻ കറി വെക്കട്ടെ. അപ്പൊ തെച്ചുകുട്ടൻ എണീറ്റ് വന്ന് എന്നെ സഹായിക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തോ അവിടെ വെച്ചു. അപ്പൊ ഇനി നമ്മള് ചിക്കൻ വെക്കാൻ പോവാണ്. ഇടിക്ക് കുഞ്ഞിട്ട് ഇടിച്ചെടുത്ത്. അവനെ കാണാൻ പോലും വയ്യ, എന്നാലും അവൻ തന്നെ ചെയ്യും. എന്നെ ചെയ്യാൻ സമ്മതിക്കത്തില്ല. അഥവാ ഞാനെങ്ങാനും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഫ്രണ്ടിലോട്ട് പോയി ഒരു മലന്ന് കിടന്നൊരു കരച്ചിലുണ്ട്. എല്ലാവർക്കും കാണിച്ചു കൊടുക്ക്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇടിച്ച പേസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. കാണിച്ചു കൊടുക്കൂ. ഇങ്ങനെയാന്നോ? ഗുഡ് ബോയ്. നിങ്ങള് കറി ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൂടെ ക്യാമറ പറഞ്ഞു എന്തോ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഉണ്ടാക്കാൻ പോവാണ് അല്ലേ? ഇവിടെ നോക്കിയ ഒരു ഓക്കെ പറഞ്ഞേ. ഓക്കെ ഗൈസ്, ഇനി കുറച്ചു നേരം കൂടി ഒന്ന് അടച്ചു വെക്കാവേ. തക്കാളി കൂടെ അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പൊറോട്ട എന്തായെന്ന് നോക്കാം. എന്തെങ്കിലും നനഞ്ഞ നോക്കില്ല ഗൈസ്, അതുകൊണ്ട് ഞാനിത് വെച്ചാണ് അടച്ചു വെച്ചത്. അപ്പൊ നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതിനെ മുറിച്ചിട്ട് ഒരു ചെറിയ കത്തി എടുക്കാം. ഓക്കെ, മൂർച്ചുള്ള കത്തി എടുക്കണം. ഒന്ന് കുറച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഓരോ ബോളാക്കി എടുക്കണം, ഉരുട്ടി. അല്ല കട്ടിയായിട്ട് നമുക്ക് അല്ലാതെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ബോളാക്കി എടുക്കണം. എളുപ്പത്തിന് വേണം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പപ്പയൊക്കെ ഇങ്ങനെ കേട്ടോ വീട്ടിൽ ചെയ്യുന്നത്. ഈ കട്ടായി വരുന്നില്ലല്ലോ. ഓക്കെ, ഇച്ചിരി എണ്ണ നോക്കാം. ഇവിടെ ഇരിക്കട്ടെ.
ഇനി നമുക്ക് അകത്തോട്ട് കൊടുക്കും, ഇങ്ങനെ ആക്കി കൊടുക്കണം. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയായിട്ട് വരും. അപ്പം നമുക്കിങ്ങനെ ഞെക്കി അടുത്ത ബോൾ എടുക്കാം. ഒരു ബോള് 2 എണ്ണം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മളത് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ അടച്ചു വെക്കാം. ഞാൻ അടച്ചു വെക്കുന്നില്ല, ഇത്ര നേരം വെച്ചറിയി സമയമില്ല അടച്ചു വെക്കാനൊന്നും. അവിടെ ഞാനങ്ങ് പരത്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അത് നമ്മുടെ കുറച്ചുകൂടെ ആവാനുണ്ട്, കുറച്ചുകൂടെ ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കയ്യിൽ ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് ഇവിടെ വെച്ച് അങ്ങോട്ട് മാറുന്നു വണ്ടി ഓടിക്കുക. ഇതെടുക്കാം ആദ്യം. ഇതങ്ങോട്ട് നീക്കിയൊക്കെ വെക്കാം. അല്ലെ പൊറോട്ട അടിക്കുമ്പോ എല്ലാം കൂടെ നമ്മുടെ ഇതേൽ എന്ത് പാടാ, നമുക്കൊന്ന് പരത്തി കൊടുക്കാം ഗൈസ്. മിക്കവാറും 3 എണ്ണം മുറിക്കാൻ കാണുമായിരിക്കും. ഇത് വളരെ വലിയ ഉണ്ടയായിപ്പോയി. മോനെയാണ് ഗിരിയടാ, ഫ്രിഡ്ജ് അടച്ചു വെച്ചേ. സദാസമയം വന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കണം, അതാണ് ഇവന്റെ മെയിൻ ഹോബി. ഇപ്പൊ അടച്ചു നോക്കടാ. ബട്ടർ അവിടെ വെച്ചേ സാറേ. നന്നായിട്ട് പരത്തിയിട്ടാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. എല്ലാവരും അങ്ങോട്ട് മാറിയിരിക്കൂ, ഞാൻ വീശാൻ പോവാണ്. അപ്പൊ നമ്മുടെ പൊറോട്ട വിടർന്ന് വന്നിട്ട് എന്താടാ ഈ സൈഡൊക്കെ ഇച്ചിരി കൂടെ കട്ടിയുണ്ട്, കൂടെ വലിച്ചു കൊടുക്കണം. അത്രയും ഗ്യാപ്പില്ല, വീശി അടിക്കാനുള്ള ഗ്യാപ്പ് ഇവിടെ ഇല്ല സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ്. അടയില്ല, ഒന്ന് തൊട്ട് നോക്കുന്നു. അപ്പൊ ഇനി നമുക്കിത് കത്തിയെടുത്ത് മുറിച്ചുവിടാം. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റാം. നമുക്കിത് എവിടെ വെക്കണം? ഇവിടെ വെക്കാം. കുറച്ച് എണ്ണ അതിൻ്റെ മണ്ടയിൽ തടവി കൊടുക്കാം. നെക്സ്റ്റ് തൊട്ട് നോക്കുന്ന. നെക്സ്റ്റ് നമ്മൾ പരത്താൻ പോവാണ് വീണ്ടും.
ഇനി ഒരുത്തൻ തന്നെ ഉണ്ടാക്കുവാണ്. അവിടെ വെച്ച് നീ ഉണ്ടാക്കിയത് ശരിയാവത്തില്ല, ഞാൻ ഉണ്ടാക്കിക്കോളാം. എടുത്തോ. ദച്ചുക്കുട്ടൻ പൊറോട്ട പരത്താൻ പോവാണ് ഗൈസ്. ഇന്ന് പരത്തിക്കാൻ നോക്കട്ടെ. ഓ പരത്ത. ഓ പരത്ത. ഹൈറ്റ് പ്രശ്നമാണ്. ഓ ദച്ചുക്കുട്ടന്റെ സ്പെഷ്യൽ പൊറോട്ടയാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത്. പരത്തിക്ക. ഈശ്വര, അതിന്റെ ഒരു അവസ്ഥ. മതി ഇനി അമ്മ ചെയ്തോളാം, അവിടെ വെച്ചേര്. ഓ പൊറോട്ട അടിക്കും കേട്ടോ. എന്തൊരു സന്തോഷം. എന്റെ ദൈവമേ, എന്റെ പൊറോട്ടയുടെ മാവ്. വേണ്ട അവിടെ വെച്ചേര്, ഇനി ഞാൻ ഉണ്ടാക്കിക്കോളാം. അപ്പം നമുക്ക് 12 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഈ 12 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പത്തേനും നമ്മുടെ ചിക്കൻ എന്തായെന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ്റെ ചാറൊക്കെ ഇളകി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മല്ലിയില വിതറി കൊടുക്കുക. അപ്പം നല്ല കളർഫുള്ളായിട്ട്. നമുക്ക് അടിക്കണം. അങ്ങനെ വേണ്ടിയിട്ടാണ് അവിടെ വെക്കുന്നത്. ദച്ചുക്കുട്ടൻ വേണ്ട ആദ്യത്തെ പൊറോട്ടയൊക്കെ എടുത്തോണ്ട് വന്ന് കഴിക്കാൻ പോവാണ്. അല്ലേ ദച്ചുക്കുട്ടാ? കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞേ? സൂപ്പറാണോ? നല്ലതാണോ? കൊള്ളാവോ? നല്ലതാണോ? ഒന്ന് കഴിച്ചോ. പൊറോട്ട ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് പൊറോട്ട. എന്താ പൊറോട്ട? ഇടിയപ്പത്തിന്റെ സേവനാഴിയൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. സാറ് കളിക്ക് വരുന്നോ? അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ചിക്കനായി, പൊറോട്ടയുമായി. ഇതാണ് എൻ്റെ പൊറോട്ട. എല്ലാം അടിച്ച് പപ്പടമാക്കി വെച്ചിക്കോട്. കറി കാണിച്ചില്ല. ഇതാണ് കറി ഗൈസ്. നമ്മുടെ ചിക്കനും പൊറോട്ടയും ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി അനുവേട്ടൻ വന്നാൽ കഴിക്കണം. അപ്പോൾ അനുവേട്ടൻ വന്നിട്ട് കഴിച്ചിട്ട് വേണം. കേക്കിൻ്റെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്യാനായിട്ട് റമ്മ് മേടിച്ച് വെച്ചിട്ടുണ്ട്. കുറേ ദിവസമായി മേടിച്ച് വെച്ചിട്ട്. ഇന്ന് നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ച് ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ അതും ചെയ്യുന്നതായിരിക്കും.
ഫുഡ് കഴിച്ചിട്ട് എന്തായാലും ചെയ്യുള്ളൂ. വിശക്കുന്നു, ഭയങ്കരമായിട്ട് വിശക്കുന്നു. അപ്പൊ അനുവേണ്ണ ഇപ്പൊ 7 മണിയപ്പോ ഇറങ്ങി എന്നാണ് പറഞ്ഞത്. ഇപ്പൊ വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. അനുവേട്ട് വന്നപ്പോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒറ്റ പൊറോട്ട ഒക്കെ കഴിച്ചിട്ട് വീഡിയോ കാണുവാണ്. കാറ് കണ്ട് കോപ്പിറൈറ്റ് വരും, അതുകൊണ്ട് അധികം കാണിക്കണ്ട. അപ്പൊ നമ്മള് ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് എന്റെ പൊറോട്ട? അതിന് കഴിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ? അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കേക്കിനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഉണ്ട്, കാറ് കണ്ടു. അപ്പൊ കേക്കിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സോക്ക് ചെയ്യണം. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. A few moments later. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കേക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സോക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഇവിടെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, പിന്നെ ഇതിന്റെ യെല്ലോ മറ്റേ എന്തോ മഞ്ഞ കളറ് കിസ്മിസ് ഉണ്ട്, പിന്നെ ബ്ലാക്ക് റൈസിൻസ് ഉണ്ട്, പിന്നെ ഉണക്ക ഈന്തപ്പഴം, ഡ്രൈഡ് ആയിട്ടുള്ള ഈന്തപ്പഴം. അതുകൊണ്ട് ഇത്രയും സാധനമാണ് നമ്മൾ സോക്ക് ചെയ്യാൻ പോകുന്നത്. ഇതൊന്നും സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ അല്ലാതെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കേക്കിൽ എടുക്കുന്നു. അപ്പം ഇത് ഈ 2 കുപ്പിയിലാണ് ഇടാമെന്ന് വിചാരിക്കുന്നത്. ഇത് ഈയിടെ ഞങ്ങൾ മേടിച്ച ഒരു കുപ്പിയാണ്. പക്ഷേ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഷേക്കൊക്കെ ഓട്ടാക്കാം എന്നൊക്കെ വിചാരിച്ച് മേടിച്ചാണ്. പക്ഷെ ഇതിന് ഗ്ലാസ് ബോട്ടിൽ വേണമല്ലോ. അപ്പൊ വേറെ ഗ്ലാസ് ബോട്ടിലൊന്നുമില്ല. ഉള്ളതിൽ പഞ്ചസാര ഉപ്പൊക്കെ ഇരിക്കുക. അതുകൊണ്ട് ഇതിൽ വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതിലാദ്യം നമുക്ക് അടുക്കാം ഇത്. അപ്പൊ നമ്മള് ഇവിടെ റമ്മൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. തികയോന്ന് അറിയില്ല, എന്തായാലും ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു വെച്ചിട്ടങ്ങ് ചെയ്യാം. അപ്പൊ നമ്മളിനി ഇതിനകത്തോട്ട് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ഏറ്റവും അടിയിൽ നമുക്ക് ഈ ഡ്രൈഡ് ആയിട്ടുള്ള ഈന്തപ്പഴം, ഇത് ഭയങ്കര കട്ട് ചെയ്ത് സോക്കാവാൻ കുറച്ച് സമയം വേണ്ടി വരും. സോ നമുക്ക് ഇത് ആദ്യം അടിയിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ തന്നെ ഇത്രയുമായി. ഇത് മൊത്തം തികയുണ്ടോ ഇതിനകത്ത്? ഇനി നമുക്ക് നെക്സ്റ്റ് കറണ്ട് പോയി ഈ ബ്ലാക്ക് റൈസിൻസ് ഇടാം. മെയിനായിട്ട് വേണ്ട സാധനമാണ് ഈ കറുത്ത മുന്തിരിങ്ങ. അത് 2-നകത്ത് ഇട്ട് കൊടുത്തു. 1 മാസമെങ്കിലും ഇത് സോക്ക് ചെയ്ത് വെക്കണം എന്നാണ് ഒരു വെപ്പ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിട്ട് നോക്കാം. ഇനി ടൂട്ടി ഫ്രൂട്ടി ഇടാം. സാറങ്ങോട്ട് മാറി നിന്നാട്ടെ സാറേ. അയ്യോ താഴെ പോയി. കുറച്ച് ഗ്യാപ്പ് ഇടണം. അപ്പോൾ ഇത് സോക്കായി വരുമ്പോൾ ഇതൊക്കെ വീർത്തിങ്ങനെ വണ്ടിയിലോട്ട് വരും. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിച്ചിട്ട് ഇതിനകത്ത് ഇടാം.
ഒഴിക്കാം. ധാരധാരയായി കുലിക്കണോ? ഇല്ലല്ലോ. ഇനി ഇപ്പുറത്ത് ഒഴിച്ചു കൊടുക്കാം. തീർന്നോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വെള്ളം. ടൈറ്റ് ചെയ്ത് അടച്ചിട്ട് ഇങ്ങനെ എണ്ണം എടുത്ത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതും അടയ്ക്കാം, അല്ലെ എല്ലാം ഇവാപ്പറേറ്റ് ആയി പോകും. ഇങ്ങനെ എടുത്ത് ഒന്ന് കുലിക്കുക ആദ്യം. എന്നിട്ട് ഇത് നമുക്ക് എടുത്ത് സൂക്ഷിച്ച് വെക്കാം. എവിടെ ഇരിക്കട്ടെ, എന്നും എടുത്ത് കുലുക്കാൻ അപ്പോൾ ഓർമ്മ വരും. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും